തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബാർബൽ ബെഞ്ച് പ്രസ് ആണോ ഡംബൽ ബെഞ്ച് പ്രസ് ആണോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം, ഇതിലെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്താണ്. കാരണം ഒരു വർക്കൗട്ട് തോന്നും പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടത്തില്ല. ആ വർക്കൗട്ടിൻ്റെ കറക്റ്റ് ഫോം, ടെക്നിക്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഓവർ പോപ്പുലേഷനാണ്. അപ്പോൾ ഏത് ജിമ്മിൽ ചെന്നാലും തിരക്കാണ്. അപ്പോൾ ജിമ്മിൽ ചെന്ന് ബാർബലും ഡംബിൾ ബെഞ്ച് പ്രസ്സും ബാർബൽ ബെഞ്ച് പ്രസ്സും എല്ലാം കൂടെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജിമ്മിൽ തിരക്കായതുകൊണ്ട് നടക്കത്തില്ല. അപ്പോൾ തോന്നും പോലെയാണ് ചെയ്യുന്നത്. അതെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ബാർബല് ഫ്രീ എന്ന് പറഞ്ഞാൽ അത് ചെയ്യും, അല്ലെങ്കിൽ ഡംബൽ ഫ്രീ എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഈ ഡംബൽ ബെഞ്ച് പ്രസ്സും ബാർബൽ ബെഞ്ച് പ്രസ്സും ഒരു ചോയ്സായിട്ട്, രണ്ടിനും ഒരേ എഫക്റ്റാണ്, ഒരു ചോയ്സായിട്ട് ചെയ്യേണ്ട രണ്ട് വ്യായാമങ്ങൾ മാത്രമാണ് എന്നാണ് മെജോറിറ്റി ആളുകളും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാർബൽ ബെഞ്ച് പ്രസ്സാണോ ഡംബിൾ ബെഞ്ച് പ്രസ്സാണോ ഏറ്റവും നല്ലത്, ഇതറിയുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം രണ്ടും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ഇന്നത്തെ തിരക്കുള്ള സാഹചര്യത്തിൽ രണ്ടും ചെയ്യാൻ നിന്നാൽ രണ്ടിനും വേണ്ടി ക്യൂ നിൽക്കണം. കാരണം ഓരോ ആളുകൾ ചെയ്ത് കഴിയുന്നവരെ നിൽക്കണം. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബെഞ്ച് പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ സ്ഥിരമായിട്ട് മസിൽ ബിൽഡ് ചെയ്യാനല്ല, നമ്മളിങ്ങനെ ഓരോ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് പഠിക്കാനുണ്ട്. എനിക്ക് ക്യൂരിയോസിറ്റി, ഇതെങ്ങനെ എഫക്റ്റ് ആവും, അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ബാർബലും ചെയ്തിട്ടുണ്ട്, ഡംബലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈബ്രിഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാലിസ്തനിക്സും മറ്റേതും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഹൈബ്രിഡുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നോക്കിയപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബെഞ്ച് പ്രസ്, ഉദാഹരണം 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്തെന്ന് വിചാരിച്ചോ. 100 കിലോ ബെഞ്ച് പ്രസ്, അതായത് ഇതൊരു ബാറാണ്. ഈ ബാറിൻ്റെ ഒരു സൈഡ് 50 കിലോ പ്ലാറ്റ്, ഇവിടെ 50 കിലോ പ്ലാറ്റ്. ഓക്കെ, നമ്മൾ 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്തു. ബാറിൻ്റെ വെയിറ്റ് ഞാൻ കൂട്ടുന്നില്ല. ഒളിമ്പിക് ബാറാണെങ്കിൽ കുറച്ച് വെയിറ്റ് കാണാം, ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ പ്രസ് ചെയ്തു, ഡൗൺ ചെയ്തു, 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്തു. അതേസമയം 50 കിലോ ഇടാം. ഞാൻ 100 കിലോ ബാർബൽ ബെഞ്ച് പ്രസ്, ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ചെയ്തിട്ട് നിർത്തി. എന്നിട്ട് രണ്ടാമത്തെ സെറ്റ് ഞാൻ പോയിട്ട് 50 കിലോയുടെ ഓരോ ഡംബൽ വീതം കയ്യിലെടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര വെയിറ്റായിട്ട് തോന്നും. അപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്തപ്പോൾ 100 കിലോ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. അതേ 100 കിലോ 2 ഡംബലായിട്ട് കയ്യിലെടുത്തപ്പോൾ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് ഒരു 35 കിലോയോ 40 കിലോ ഡംബൽ എടുത്തപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് ബാർബൽ വഴിയേ പറ്റുള്ളൂ, ഡംബൽ വഴി പറ്റത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരേ വെയിറ്റ് ഉണ്ട്. പ്ലസ് എന്താണ്, ചിലപ്പോൾ ഈ ബാർബലിൻ്റെ വെയിറ്റ് കൂടെ കൂടുതലായിരിക്കും, ഒരു 10-15 കിലോയും കൂടെ എക്സ്ട്രാ ആയിരിക്കും ഈ ബാറിൻ്റെ വെയിറ്റ് കൂടെ കൂട്ടി. അപ്പോൾ അത്രയും വെയിറ്റ് ബാർബൽ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഈക്വലായിട്ടുള്ള ഇത് ഡംബലിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ഈ രണ്ട് വർക്കൗട്ട് ഒരുപോലെയല്ല. ഇത് രണ്ടും ഒരു ചോയ്സ് ഒരുപോലെ ആണ്, വെറും ചോയ്സ് മാത്രം. ഏതെങ്കിലും ചെയ്താൽ മതി എന്നുള്ള ചോയ്സ് ആയിരുന്നെങ്കിൽ 2 വെയിറ്റ് ഒരുപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് രണ്ടും ഒരുപോലത്തെ വ്യായാമങ്ങളല്ല എന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ ടെക്നിക്കുകൾ, മിസ്റ്റേക്കുകൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല ബിഗർ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ചെസ്റ്റ് മസിൽ, പെക്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ബാർബൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇത് പിന്നെ 2 കയ്യിൽ ഒരു ബാറിൽ പിടിച്ചിരിക്കുന്നു, വെയിറ്റ് കിടക്കുകയാണ്. ബാറിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് മസിൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. മസിൽ ഇംബാലൻസ് മാത്രമല്ല, ഈ നമ്മുടെ ഓരോ കൈകൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മെജോറിറ്റി ആളുകളെ എടുത്താൽ അവർ എല്ലാവരും വലം കയ്യരാണെന്ന് പറയും. അതായത് ഈ കുട്ടിക്കാലത്തെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെയല്ല, യഥാർത്ഥത്തിൽ നേച്ചറിൽ ഇങ്ങനെയൊന്നും ഇല്ല. വലത് കൈ ഇടത്, അതായത് രണ്ടും ഉപയോഗിക്കും. ഈ ഇടത് കൈയും വലത് കൈ രണ്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കും നേച്ചറിൽ, മനസ്സിലായില്ലേ? പക്ഷേ നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച്
ഇടത് കൈ ചില പ്രത്യേക കാര്യം ചെയ്യാനും വലത് കൈ മറ്റ് പ്രത്യേക കാര്യം ചെയ്യാനെന്നൊക്കെയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച്. കാലും അങ്ങനെ തന്നെ, എവിടെയെങ്കിലും കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം, ഇടത് കാല് മോശം. അത് ഇടത് കാല് മോശമായത് എങ്ങനെയാണ്? ഇടത് കൈയായിട്ട് ബന്ധപ്പെട്ടാണ് അത് മോശം വന്നത്. ഇടത് കൈ ചില പ്രത്യേക കാര്യത്തിന് മാത്രം ചെയ്യണോണ്ട് ഇടത് കാലും കൈയുടെ കൂടെ തന്നെ മോശമെന്ന് പഠിപ്പിച്ച്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമല്ല, രണ്ട് കൈക്കും ഒരേ രീതിയിലുള്ള ഒരു സ്വാധീനം വരണം. ഇപ്പം എൻ്റെ എടുത്താൽ തീർച്ചയായിട്ടും വലത് കൈയാണ് സ്വാധീനം. കുട്ടിക്കാലത്തെ അങ്ങനെ മിരുക്കി എടുത്തിരിക്കുകയാണ്, അങ്ങനെ ചെയ്ത തെറ്റാണ്. രണ്ട് കൈയിൽ ഒരേ സ്വാധീനം വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇംബാലൻസ് കോമൺ ആയിരിക്കും. മെജോറിറ്റി ആളുകൾ എടുത്താൽ വലത് കൈ കുറച്ച് സ്ട്രോങ്ങും ഇടത് കൈ വീക്കും ആയിരിക്കും. മെജോറിറ്റി തിരിച്ചും ആവാം, പക്ഷെ മെജോറിറ്റിക്കും അങ്ങനെയാണ്. കാരണം ഈ കുട്ടിക്കാലത്തെ ഉള്ള ആ രീതി എല്ലാം വലത് സൈഡ് എന്ന് പറഞ്ഞ് വലത് സൈഡിന് ഒരു ഇമ്പോർട്ടൻസ് കുട്ടിക്കാലത്തെ കൊടുത്ത്, കാലായാലും കൈയായാലും. അപ്പോൾ അത് ഒരു മസിൽ ഇംബാലൻസിൻ്റെ ചെറിയൊരു കാരണമായിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വലത് സൈഡ് ഉപയോഗിക്കും. അപ്പോൾ വലത് സൈഡിനെ അപേക്ഷിച്ച് കുറച്ച് വീക്കാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബാർബൽ ബെഞ്ച് പ്രസ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ വലത് കൈ 100% സ്ട്രോങ് ആണ്, ഇടത് കൈ 80% സ്ട്രോങ് ഉള്ളൂ, 20% വീക്കാണ്. അപ്പോൾ ഞാൻ ബെഞ്ച് പ്രസ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? ഇടത് കൈ 80% വീക്കാണ്, വലത് കൈ 100% സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ഇങ്ങനെ ബെഞ്ച് പ്രസ് ചെയ്യാൻ നേരത്ത് തീർച്ചയായിട്ടും എന്തു പറയാൻ, നമ്മൾ കൈ കൊണ്ട് ബാറി പിടിക്കുമ്പോൾ ഇത് ഒരു വസ്തുവായിട്ടാണ് നമ്മുടെ ബോഡിക്ക് അറിയാൻ പറ്റുക. രണ്ട് വസ്തുവല്ല, ഒറ്റ വസ്തുവിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ ഇടത് കൈയിലെ വീക്ക്നെസ് വേണമെങ്കിൽ വലത് കൈ കൊണ്ട് നമുക്കൊരു ചെറിയ സപ്പോർട്ടീവ് കൊടുക്കാൻ പറ്റും. കാരണം ഈ ബെഞ്ച് ഇങ്ങനെ പൊക്കാൻ നേരത്തെ ഇടതും വലതും കൂടെ ആകുമ്പോൾ ഇവിടെ നിന്നും കൂടെ ഉള്ള പ്രഷർ ഈ ബാറ് വഴി നമുക്ക് ഇപ്പുറത്തെ കയ്യിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സൈഡ് കുറച്ച് വീക്കാണെങ്കിലും ഇതറിയാൻ പറ്റത്തില്ല. ബാർബൽ ബെഞ്ച് പ്രസ് ചെയ്താൽ മസിലും ബാലൻസ് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഈ വലതേ കൈ കൊണ്ട് ഇടത്തെ കൈയുടെ വീക്ക്നെസ് ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ പറ്റും. ഇതൊരു വസ്തുവായിട്ട് നമ്മുടെ ബോഡി ഫീൽ ചെയ്ത് അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബെഞ്ച് പ്രസ് ചെയ്യും, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല. അതേസമയം ഡമ്പൽ എടുക്കുമ്പോൾ എന്ത് പറ്റും? കാരണം ഇതൊരു ലൈനായിട്ടില്ല, ഒരു വസ്തുവായിട്ട് അറിയാൻ പറ്റില്ല. ഡമ്പൽ എടുക്കുമ്പോൾ ഓരോ കയ്യിലും ഓരോ വസ്തുവായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് പറ്റും? അപ്പോൾ എൻ്റെ വലത് കൈ 100% സ്ട്രോങ് ആണ്, ഇടത് കൈ 80%, 20% വീക്കാണ്. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ഡമ്പൽ എടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഇടത് കൈ പൊങ്ങുന്നില്ല, 20% വീക്കാണ്, വലത് കൈ കുറച്ച് പൊങ്ങുന്നുണ്ട്, വലത് കൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കൈ വീക്കാണ്. മനസ്സിലായില്ല? അപ്പോൾ അത്രത്തോളം മസിൽ ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ബെഞ്ച് പ്രസ്, അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പ്രധാന കാരണമാണ്. അതുകൊണ്ടാണ് ഈ ബാർബൽ ബെഞ്ച് പ്രസ്സിൽ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സൈഡുള്ള വീക്ക്നെസ്സിന് മറ്റേ സൈഡ് കൊണ്ട് ഒരുവിധം ഒരു സപ്പോർട്ട് ഈ ഒരു വസ്തുവായിട്ട് അറിയുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റും. അതേസമയം ഡംബിൾ എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അയ്യോ എൻ്റെ ഇടത് കൈ വീക്കാണല്ലോ, വലത് കൈ സ്ട്രോങ് ആണല്ലോ. ബാർബലിൽ ബെഞ്ച് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് മനസ്സിലാവത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ മസിൽ ഇംബാലൻസ് മാറ്റണമെങ്കിൽ, അതായത് ഈ ഒരു വീക്ക്നെസ്, ഇപ്പോൾ ഇടത് സൈഡ് വീക്ക്, വലത് സൈഡ് സ്ട്രോങ്, ഇത് മാറ്റണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡംബലാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഇംബാലൻസ് മാറ്റാൻ. ഈ ബാർബൽ ചെയ്തുകൊണ്ടിരുന്ന ഇംബാലൻസ് ഒരിക്കലും മാറത്തില്ല. കാരണം നമ്മൾ അറിയാതെ തന്നെ ഈ ഇടത് സൈഡ് വീക്കാകുമ്പോൾ അത് നമ്മുടെ പ്രസിൻ്റെ ഇടയിൽ ഇതൊരു വസ്തുവായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ വലത് സൈഡ് അതിനനുസരിച്ച് കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഡംബൽ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുക. കാരണം ഈ ഡംബൽ എടുക്കുമ്പോൾ ആ ഒരു സൈഡിൽ, അതായത് ഈ ഇടത് സൈഡ് എടുക്കുമ്പോൾ ഇടത് സൈഡിലെ മസിൽസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. വലത് സൈഡ് കൊണ്ട് ഒരിക്കലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മസിലും ബാലൻസ് മാറ്റണമെങ്കിൽ ഏറ്റവും നല്ലത് ഡംബൽ ബെഞ്ച് പ്രസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സൈഡ് വീക്ക്, ഒരു സൈഡ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കേണ്ടത് ഡംബൽ ബെഞ്ച് പ്രസ്സാണ്. ഉടനെ ബാർബലിൽ ചെയ്യാൻ വേണ്ടി പോയി സമയം കളയരുത്. അത് ഒരിക്കലും മസിലും ബാലൻസ് മാറ്റത്തില്ല. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.